അപ്പോൾ ഇന്ന് സൺഡേ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈസി വേയിൽ ഞാൻ വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പട്ടയും ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ ഞാനിത് സൺഡേ വാങ്ങിച്ചപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് ഞാനങ്ങനെ വെച്ചതാണേ. കാരണം സൺഡേ ആകുമ്പോൾ കൂടുതൽ ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര വേഗം ചെയ്യാമെന്ന് ആലോചിച്ച് ഇങ്ങനെ ചെയ്തതാണേ. അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചു വന്നു. ഞാനപ്പോൾ ചിക്കൻ കുക്കറിൽ വേവിച്ചു. ചിക്കൻ മസാല ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിടുമ്പോൾ നമുക്ക് വേഗം ഒന്ന് ആയി കിട്ടും. സവാള ഒന്ന് വേഗം ആയി കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി, ഇടയ്ക്കൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്കിനി മസാല പൊടിയൊക്കെ ഇടണം. അതായത് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 3 സ്പൂണ്. നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഇതിപ്പോൾ വേഗം ചെയ്യുന്ന പരിപാടിയായ കാരണം ഞാൻ മുളക് പൊടി നോക്കിയപ്പോൾ സ്പൂണ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഏകദേശം ഒരു 3 സ്പൂൺ ഉണ്ട് കേട്ടോ. രണ്ടും ഈക്വലായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് ഞാൻ. പിന്നെ അതിന് ശേഷം കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടായ ശേഷം നല്ല സ്മെല്ല് വരും ചൂടാകുമ്പോൾ. അതിന് ശേഷം നമുക്ക് ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മസാലയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് സോഫ്റ്റ് ആവണം കേട്ടോ തക്കാളി. അപ്പോൾ ആ മസാലയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചു ഞാൻ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് മസാലയായിട്ട്. അങ്ങനെ ഇതിനെ ഇളക്കിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ ഞാൻ മസാല ഇട്ട് വേവിച്ച് വെച്ചാണ്. ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് വേവിച്ച് വെച്ചു ഞാൻ. വേറൊന്നും ഇട്ടില്ല കേട്ടോ, ചിക്കൻ മസാല മാത്രമേ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫുള്ള് വെള്ളത്തോടു കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ ഞാൻ കുക്കറിലേ വെക്കുള്ളൂ. കാരണം എനിക്ക് നന്നായിട്ട് വേകണം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്താലേ എനിക്കിഷ്ടമുള്ളൂ കഴിക്കാൻ. അപ്പോൾ ഞാൻ നന്നായി വേവിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കറിൽ എപ്പോഴും ഇടാറുള്ളത്. അങ്ങനെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം തിളപ്പിക്കണം കേട്ടോ. ഓപ്പൺ ചെയ്ത് തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിച്ചതാണിത്. എന്നിട്ട് ഞാൻ കുറച്ച് അടച്ചു വെച്ചു. എന്നിട്ട് ഞാനത് പിന്നെ കുറേ നേരം വന്ന് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും.